അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വർദ്ധിച്ചു വരുന്ന റാഗിങ്ങുകളും മദ്യ ലഹരി ഉപയോഗങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ പിന്നിലെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ കേവലം കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെക്കുറിച്ച് കൃത്യമായി അവരുടെ ആ പ്രായത്തെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിയുകയും അവരെ കൃത്യമായി ശുദ്ധീകരിക്കുകയും അവർക്ക് ഈ പ്രായത്തിൽ നൽകേണ്ട കൃത്യമായ ആത്മീയ ബോധങ്ങളും ആത്മീയ ധർമ്മ പാഠങ്ങളും അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് ഈ വീഡിയോയിലൂടെ കൗമാരത്തെക്കുറിച്ച് ഒരല്പം പഠിക്കാം. നാം അറിഞ്ഞതുപോലെ 12-20 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളെയാണ് പൊതുവെ കൗമാര പ്രായത്തിലുള്ള കുട്ടികളായി വിലയിരുത്താറുള്ളത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ് കൗമാരം. പ്രായപൂർത്തിയാവുകയും മതനിയമങ്ങൾ ബാധകമാകുന്ന പരിധിയിൽ വ്യക്തി പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് കൗമാരപ്രായം. അതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടെ അവരെ വളർത്തൽ അത്യന്താപേക്ഷിതമാണ്. കാറ്റും കോളുമുള്ള കാലം എന്നാണ് പലപ്പോഴും മനഃശാസ്ത്രജ്ഞർ ഈ കാലത്തെ വിശേഷിപ്പിക്കാറുള്ളത്. ജീവിത നിലവാരം, ആരോഗ്യം, കാലാവസ്ഥ, പാരമ്പര്യം തുടങ്ങിയവയെ ആശ്രയിച്ച് കൗമാരാരംഭവും ദൈർഘ്യവും വ്യത്യാസപ്പെടുന്നുണ്ട്. പെൺകുട്ടികൾ ആൺകുട്ടികളെ അപേക്ഷിച്ച് വേഗത്തിൽ പ്രായപൂർത്തിയെത്തുന്നുണ്ട്. വേഗത്തിലുള്ള ശാരീരിക വികാസത്തിൻ്റെ ഈ ഘട്ടത്തിൽ ആൺകുട്ടികളിൽ താടിയും മീശയും മുളച്ചു വരുന്നുണ്ട്. അതേപോലെ സ്വപ്നസ്ഖലനം, ശബ്ദവ്യത്യാസം, ലൈംഗിക അവയവങ്ങൾ പുഷ്ടിപ്പെടുക, മാംസപേശികൾക്ക് ഉറപ്പും കാഠിന്യവും ഉണ്ടാവുക തുടങ്ങിയ പ്രത്യേകതകൾ ഈ പ്രായത്തിൽ കാണുന്നുണ്ട്. പെൺകുട്ടികളിൽ ആർത്തവം തുടങ്ങുക, സ്തനങ്ങൾ വളർന്നു വരിക, നിതംബം മിനുത്തു തുടിക്കുക, അഴക് വർദ്ധിക്കുക, ശരീരം പുഷ്ടിപ്പെടുക എന്നീ ശാരീരിക മാറ്റങ്ങളും ദൃശ്യമാവുന്നുണ്ട്. കൗമാരത്തിൻ്റെ തുടക്കത്തിൽ ബുദ്ധിവികാസം ചെറിയ തോതിൽ കുറയുകയും കൗമാരാന്ത്യത്തിൽ ബുദ്ധിവികാസം പൂർണ്ണമാവുകയും ചെയ്യുന്നുണ്ട്. യുക്തിചിന്തയുടെയും അമൂർത്ത വിചാരത്തിൻ്റെയും കാലമാണ് കൗമാരം. വാണിജ്യപരമായി താൽപ്പര്യവും ഉയർന്ന സാമൂഹികബോധം, പൊതുതാൽപ്പര്യം, പഠിക്കാനുള്ള നല്ല കഴിവ്, എല്ലാ വികാരങ്ങളുടെയും ഉച്ചാവസ്ഥ, ആന്തരിക സംഘർഷം, ഉത്കണ്ഠ, ലജ്ജ, ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പം, ലൈംഗിക വിചാരങ്ങൾ, സ്വാതന്ത്ര്യബോധം, സാഹസികത, ആൺകുട്ടികളിൽ കലഹപ്രിയത്വം, പെൺകുട്ടികളിൽ പ്രദർശന താൽപ്പര്യം, ഗ്രൂപ്പ് മനോഭാവം, മതവികാരം, സർഗാത്മക കഴിവുകളുടെ ഉയർച്ച തുടങ്ങിയവ ഈ പ്രായത്തിൻ്റെ പ്രത്യേകതകളാണ്. ശരിയായ ലൈംഗിക വിദ്യാഭ്യാസവും മാർഗദർശനവും നൽകൽ, ചീത്ത ഗ്രൂപ്പുകളിൽ പെടുന്നത് സൂക്ഷിക്കുക, നിയന്ത്രണവിധേയമായ സ്വാതന്ത്ര്യം നൽകുക, കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി സൂചനകളിലൂടെ നേർവഴിക്ക് നയിക്കുക, എഴുത്തിലും വായനയിലും പുരോഗതി ഉണ്ടാക്കുക, നിരന്തരം എന്തെങ്കിലും ജോലി ചെയ്യാൻ നൽകുക, മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കുക, ധാർമ്മിക വിദ്യാഭ്യാസം നൽകുക, പെൺകുട്ടികളെ ഗൃഹശാസ്ത്രവും ആൺകുട്ടികളെ വ്യവസായം പോലുള്ളതും പഠിപ്പിക്കുക, ആൺപെൺ ഇടകലരലിന് അവസരം നൽകാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ രക്ഷിതാക്കൾ പ്രത്യേകം ഈ പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുള്ള സമയമാണ് കൗമാരം. ചീത്ത കൂട്ടുകെട്ടുകൾ, ലൈംഗിക ആകർഷണം, അംഗീകാരം, സുരക്ഷിതത്വം തുടങ്ങിയ മാനസികാവശ്യങ്ങൾ നിവർത്തിക്കാതിരിക്കുക, മാതാപിതാക്കളുടെ അമിതമായ കുറ്റപ്പെടുത്തൽ, അശ്ലീല സാഹിത്യങ്ങൾ വായിക്കുക, സിനിമ, TV എന്നിവയുടെ സ്വാധീനം, മലീമസമായ സാമൂഹിക അന്തരീക്ഷം, കൗമാരപ്രായത്തിലെ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം തുടങ്ങിയവയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ. ഇവ ശ്രദ്ധിച്ചാൽ കൗമാരത്തിലെ കുറ്റവാസനയെ നിയന്ത്രിക്കാനും കുട്ടികളെ നേർവഴി നടത്താനും സാധിക്കും. കൗമാരപ്രായത്തിൽ കുട്ടികൾ നന്നായാൽ പിന്നെ അവരുടെ കാര്യത്തിൽ ദുഃഖിക്കേണ്ടതായി നമുക്ക് വരില്ല. നാളെ പരലോകത്ത് വെച്ച് അർശിൻ്റെ തണലിൽ നൽകപ്പെടുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിലായി വളർന്നു വന്ന യുവാക്കളും യുവതികളുമാണ് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.